ഒരു ദിവസം ഇങ്ങനെ വൈകുന്നേരത്ത് ഒരു ഹോട്ടലിൽ ചായ കുടിക്കാൻ വേണ്ടി കയറി. ഇവിടെ തന്നെ നമ്മളെ കോട്ടക്കലിലൊരു ഹോട്ടലിൽ ചായ കുടിക്കും. എൻ്റെ കൂടെ 1-2 ആൾക്കാരും കൂടി ഉണ്ട്. അപ്പം അങ്ങനെ ചായ പറഞ്ഞു, എന്താ കടിയെന്ന് ചോദിച്ചപ്പോൾ ഷവർമ്മ ഉണ്ട് പറഞ്ഞു. അന്നായിക്കോട്ടെ ഒരു 3 റോള് ഷവർമ്മ കൊണ്ടുവരികയായിരുന്നു. അങ്ങനെ ഷവർമ്മ കൊടുന്ന് ചായ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ കൂടുള്ള ഒരാൾ വെയിറ്ററോട് പറഞ്ഞു കുറച്ചുകൂടി മയോണീസ് വേണമെന്ന് പറഞ്ഞു. അപ്പം അയാൾ 2ാമത് മയോണീസ് കൊടുന്നപ്പോൾ അതിൽ മഴ പെയ്തിട്ട് ചോർന്നിക്കണു. മഴക്കാലമൊന്നുമല്ല എന്നിട്ടും. അപ്പം എന്താ സംഭവിച്ചാൽ ആ സാധനം പിന്നെ തിന്നാൻ പാടില്ല. കാരണം നൽകുന്നവൻ സംതൃപ്തിയോടുകൂടെയല്ല നൽകുന്നത് എന്നതാണ് കാരണം. അത് ഹലാലാകും, അവകാശമാണ്. അതേ സമയത്ത് തൊയ്യിബാവൂല, കാരണം സംതൃപ്തിയോടുകൂടെയല്ല നൽകിയിട്ടുള്ളത് എന്നതാണ് കാരണം. ഇതാണ് തൊയ്യിബ് എന്ന് പറഞ്ഞ സാധനം, നൽകുന്നവൻ്റെ സംതൃപ്തിയാണ്. 1000 രൂപക്ക് പണിയെടുത്തു, 1500 റുപ്യക്ക് വാശി പിടിച്ചു, ഇല്ലെങ്കിൽ നാളെ ഞാൻ പണിക്ക് വരില്ലായിരുന്നു. നാളെ പണിക്ക് വന്നില്ലെങ്കിൽ മറ്റന്നാൾ കുടിയിരിക്കലാണ്, നടക്കൂല. അപ്പം എന്ത് തീരുമാനിച്ചു? ആയിക്കോട്ടെ 1500 1500. ആ 500 തൊയ്യിബാവൂല. എന്താ കാരണം? സംതൃപ്തിയോടുകൂടെ എല്ലാം നൽകിയത്. അതേ സമയത്ത് 1000 രൂപക്ക് പണിയെടുത്തു, 950 മതി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 1000 തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നൽകുന്നവൻ റാഹത്തായിട്ട് കൊടുക്കും. അപ്പോൾ അത് തൊയ്യിബായിരിക്കുകയും ചെയ്യും. ഇതിങ്ങനെ ബാക്കിയുള്ളതൊക്കെ ഇതിലേക്ക് കണക്ട് ചെയ്ത് മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഹലാലുകൾ തൊയ്യിബല്ലാതെ പോകുന്നുണ്ട്. ഒരു കാരണവശാലും അങ്ങനെയുള്ള സാധനം ഭക്ഷണമായി ഉപയോഗിക്കാൻ പാടില്ല. ഇതാണ് ഞാൻ പറയുന്ന ആശയം. ഭക്ഷണം പട്ടിണി കിടന്നാലും ശരി തൊയ്യിബല്ലാത്തത് ഉപയോഗിക്കാൻ പാടില്ല. സ്വന്തമായിട്ട് ഉപയോഗിക്കരുത്, ഭാര്യ സന്താനങ്ങൾക്ക് കൊടുക്കരുത്. എങ്കിൽ മാത്രമേ അവർ സ്വാലിഹീങ്ങളായി മാറുകയുള്ളൂ. അപ്പോൾ ഒന്നാമത്തേത് നല്ല പേരിടണം, രണ്ടാമത്തേത് ദീനിയും ദുന്യവിയുമായ ഇൽമ പഠിപ്പിക്കണം, മൂന്നാമത്തേത് ഹലാലും തൊയ്യിബുമായ ഭക്ഷണം കൊടുക്കണം, നാലാമത്തെ കാര്യം മാതാപിതാക്കൾ മക്കളുടെ സ്വഭാവത്തെ നന്നാക്കിയെടുക്കണം. അതായത് സ്വഭാവം എന്ന് പറഞ്ഞാൽ പഠിക്കുന്നതല്ല, കണ്ട് മനസ്സിലാക്കുന്നതാണ്. സ്വഭാവം ബുക്ക് വായിച്ചിട്ടൊന്നും നേരാവൂല. സ്വഭാവം എന്ന് പറഞ്ഞ സാധനം കണ്ടുപഠിക്കുന്ന സാധനമാണ്. വാപ്പ എങ്ങനെയാണ് ചെയ്യുന്നത്, ഉമ്മ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ടാണ് പഠിക്കുന്നത്.